നമസ്കാരം, സക്സസ് പാത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 കറണ്ട് അഫയേഴ്സ് ആണ്. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, 2028 അന്റാർട്ടിക്കയിൽ സ്ഥാപിക്കുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ച പുതിയ ഗവേഷണ കേന്ദ്രം ഏതാണ്? മൈത്രി 2 2028 അന്റാർട്ടിക്കയിൽ സ്ഥാപിക്കുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ച പുതിയ ഗവേഷണ കേന്ദ്രം മൈത്രി 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, US സംസ്ഥാനമായ ബാൾട്ടിമോറിൽ 4-വരി പാലം ഇടിച്ചു തകർത്ത സിംഗപ്പൂർ കപ്പൽ ഏതാണ്? ഡാലി. US സംസ്ഥാനമായ ബാൾട്ടിമോറിൽ 4-വരി പാലം ഇടിച്ചു തകർത്ത സിംഗപ്പൂർ കപ്പലിന്റെ പേരാണ് ഡാലി. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നിരീക്ഷണാലയം നിലവിൽ വന്ന രാജ്യം ഏതാണ്? ചിലെ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നിരീക്ഷണാലയം നിലവിൽ വന്ന രാജ്യം ചിലെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര സർക്കാരിന്റെ PM വിശ്വകർമ്മ യോജന നടപ്പാക്കുന്ന ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ജമ്മു കശ്മീർ. കേന്ദ്ര സർക്കാരിന്റെ PM വിശ്വകർമ്മ യോജന നടപ്പാക്കുന്ന ആദ്യ കേന്ദ്രഭരണ പ്രദേശം ജമ്മു കശ്മീർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, തായ്വാൻ പ്രസിഡന്റായി 3-ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി? ലായ് ചിങ്. തായ്വാൻ പ്രസിഡന്റായി 3-ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ലായ് ചിങ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 75-ാം വാർഷികം ആഘോഷിച്ച സൈനിക സഖ്യം ഏതാണ്? നാറ്റോ. 2024 75-ാം വാർഷികം ആഘോഷിച്ച സൈനിക സഖ്യം നാറ്റോ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പാകിസ്ഥാനിൽ പ്രസിഡന്റിന്റെ പുത്രി എന്ന നിലയിൽ പ്രഥമ വനിതയെന്ന ബഹുമതി നേടുന്ന ആദ്യ വനിത ആരാണ്? അസീബ ഭൂട്ടോ. പാകിസ്ഥാനിൽ പ്രസിഡന്റിന്റെ പുത്രി എന്ന നിലയിൽ പ്രഥമ വനിതയെന്ന ബഹുമതി നേടുന്ന ആദ്യ വനിതയാണ് അസീബ ഭൂട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നേടിയ കർഷക നേതാവ് കൂടിയായ മുൻ പ്രധാനമന്ത്രി ആരാണ്? ചൗധരി ചരൺ സിംഗ്. 2024 മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നേടിയ കർഷക നേതാവ് കൂടിയായ മുൻ പ്രധാനമന്ത്രിയാണ് ചൗധരി ചരൺ സിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡെൻമാർക്കിലെ മാർഗരറ്റ് രാജ്ഞി സ്ഥാനത്യാഗം ചെയ്തതോടെ രാജാവായി നിയമിതനായ വ്യക്തി ആരാണ്? ഫ്രെഡറിക് 10-ാമൻ. ഡെൻമാർക്കിലെ മാർഗരറ്റ് രാജ്ഞി സ്ഥാനത്യാഗം ചെയ്തതോടെ രാജാവായി നിയമിതനായ വ്യക്തിയാണ് ഫ്രെഡറിക് 10-ാമൻ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഏപ്രിലിൽ അയർലൻഡിന്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? സൈമൺ ഹാരിസ്. 2024 ഏപ്രിലിൽ അയർലൻഡിന്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് സൈമൺ ഹാരിസ്. അടുത്ത ക്വസ്റ്റ്യൻ, പൈലറ്റ് ഇല്ലാത്ത നിർമ്മിത ബുദ്ധി അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിയന്ത്രിത F-60 വിസ്ത യുദ്ധവിമാനം വിജയകരമായി പരീക്ഷിച്ച രാജ്യം ഏതാണ്? US ആണ് പൈലറ്റ് ഇല്ലാത്ത നിർമ്മിത ബുദ്ധി അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടുള്ള F-60 വിസ്ത യുദ്ധവിമാനം വിജയകരമായി പരീക്ഷിച്ച രാജ്യം. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഭാരതരത്ന പുരസ്കാരത്തിന് അർഹനായ സാമ്പത്തിക പരിഷ്കരണ സമയത്തെ പ്രധാനമന്ത്രി ആരാണ്? PV നരസിംഹറാവു. 2024 ഭാരതരത്ന പുരസ്കാരത്തിന് അർഹനായ സാമ്പത്തിക പരിഷ്കരണ സമയത്തെ പ്രധാനമന്ത്രിയാണ് PV നരസിംഹറാവു. അടുത്ത ക്വസ്റ്റ്യൻ, ചൈനയുടെ പുതിയ പ്രതിരോധ മന്ത്രിയായ മുൻ നാവികസേന മേധാവി ആരാണ്? ഡോങ് ജാൻ. ചൈനയുടെ പുതിയ പ്രതിരോധ മന്ത്രിയായ മുൻ നാവികസേന മേധാവിയാണ് ഡോങ് ജാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇന്റർനാഷണൽ നർക്കോട്ടിക് കൺട്രോൾ ബോർഡിലേക്ക് 3-മതും തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രതിനിധി ആരാണ്?
ജഗ്ജിത് പാവ്ദിയ. ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇന്റർനാഷണൽ നർക്കോട്ടിക് കൺട്രോൾ ബോർഡിലേക്ക് മൂന്നാമതും തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രതിനിധിയാണ് ജഗ്ജിത് പാവ്ദിയ. അടുത്ത ക്വസ്റ്റ്യൻ, വിക്ടോറിയ ഷീ എന്ന പേരിൽ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ നയതന്ത്ര പ്രതിനിധിയെ അവതരിപ്പിച്ച രാജ്യം ഏതാണ്? യുക്രൈൻ. വിക്ടോറിയ ഷീ എന്ന പേരിൽ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ നയതന്ത്ര പ്രതിനിധിയെ അവതരിപ്പിച്ച രാജ്യമാണ് യുക്രൈൻ. അടുത്ത ക്വസ്റ്റ്യൻ, പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ നിലവിൽ വന്ന സ്ഥലം എവിടെയാണ്? വൃന്ദാവൻ. പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ നിലവിൽ വന്ന സ്ഥലം എവിടെയാണ്? വൃന്ദാവൻ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 കാലാവസ്ഥ ഉച്ചകോടിക്ക് COP29 വേദിയാകുന്ന രാജ്യം ഏതാണ്? അസർബൈജാൻ. 2024 കാലാവസ്ഥ ഉച്ചകോടിക്ക് COP29 വേദിയാകുന്ന രാജ്യം അസർബൈജാൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റായി രണ്ടാം തവണയും അധികാരത്തിലെത്തിയ വ്യക്തി ആരാണ്? സിറിൽ റാമഫോസ. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റായി രണ്ടാം തവണയും അധികാരത്തിലെത്തിയ വ്യക്തിയാണ് സിറിൽ റാമഫോസ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഹൈഡ്രജൻ ഉച്ചകോടിക്ക് വേദിയായ ഡച്ച് നഗരം ഏതാണ്? റോട്ടർഡാം. 2024 ഹൈഡ്രജൻ ഉച്ചകോടിക്ക് വേദിയായ ഡച്ച് നഗരമാണ് റോട്ടർഡാം. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഭക്തകവി മീരാഭായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം എത്ര രൂപയുടേതാണ്? 525. 2024 ഭക്തകവി മീരാഭായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം 525 രൂപയുടെ നാണയമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയതിന്റെ 2ാം വാർഷികം ആചരിച്ച ദിവസം ഏതാണ്? 2024 ഫെബ്രുവരി 24. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയതിന്റെ 2ാം വാർഷികം ആചരിച്ച ദിവസം 2024 ഫെബ്രുവരി 24 ആയിരുന്നു. അപ്പോൾ ഈ ഫെബ്രുവരി 24 റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയതിന്റെ 3ാം വാർഷികമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ജൂണിൽ ബ്രിട്ടനിലെ ബെൽമാർഷ് ജയിലിൽ നിന്നു 1901 ദിവസത്തെ തടവിന് ശേഷം മോചിതനായ വിക്കിലീക്സ് സ്ഥാപകൻ? ജൂലിയൻ അസാഞ്ച്. 2024 ജൂണിൽ ബ്രിട്ടനിലെ ബെൽമാർഷ് ജയിലിൽ നിന്നു 1901 ദിവസത്തെ തടവിന് ശേഷം മോചിതനായ വിക്കിലീക്സ് സ്ഥാപകനാരാണ്? ജൂലിയൻ അസാഞ്ച്. അടുത്ത ക്വസ്റ്റ്യൻ, ഇറാൻ അസർബൈജാൻ അതിർത്തിയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ആരാണ്? ഇബ്രാഹിം റൈസി. ഇറാൻ അസർബൈജാൻ അതിർത്തിയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റാണ് ഇബ്രാഹിം റൈസി. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ ഫ്ലാഗ് ഓഫ് ചെയ്ത റെയിൽവേയുടെ പുഷ് പുൾ ട്രെയിൻ സർവീസ് ഏതാണ്? അമൃത് ഭാരത്. 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ ഫ്ലാഗ് ഓഫ് ചെയ്ത റെയിൽവേയുടെ പുഷ് പുൾ ട്രെയിൻ സർവീസ് ഏതാണ്? അമൃത് ഭാരത്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 മാർച്ചിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് PMLN നേതാവ് ആരാണ്? ഷഹബാസ് ഷെരീഫ്. 2024 മാർച്ചിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് നേതാവ് ആരാണ്? ഷഹബാസ് ഷെരീഫ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്ര സംഘടനയുടെ 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്? ഫിൻലൻഡ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ
ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഫിൻലൻഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 2024 G7 ഉച്ചകോടിക്ക് വേദിയായ ഇറ്റാലിയൻ നഗരം ഏതാണ്? അപുലിയ. 2024 G7 ഉച്ചകോടിക്ക് വേദിയായ ഇറ്റാലിയൻ നഗരമാണ് അപുലിയ. അടുത്ത ക്വസ്റ്റ്യൻ ഭാരതരത്ന ബഹുമതി ലഭിക്കുന്ന 50ാമത്തെ വ്യക്തി ആരാണ്? LK അദ്വാനി. ഭാരതരത്ന ബഹുമതി ലഭിക്കുന്ന 50ാമത്തെ വ്യക്തിയാണ് LK അദ്വാനി. 2024 ഇദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചത്. BJP സ്ഥാപകരിൽ ഒരാളായിരുന്ന മുൻ ഉപപ്രധാനമന്ത്രിയായിരുന്നു LK അദ്വാനി. അടുത്ത ക്വസ്റ്റ്യൻ 2024 ജനുവരിയിൽ മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് ചരിത്രം കുറിച്ച ഇലോൺ മസ്കിന്റെ സ്ഥാപനം ഏതാണ്? ന്യൂറാലിങ്ക് കമ്പനി. 2024 ജനുവരിയിൽ മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് ചരിത്രം കുറിച്ച ഇലോൺ മസ്കിന്റെ സ്ഥാപനം ന്യൂറാലിങ്ക് കമ്പനി. അടുത്ത ക്വസ്റ്റ്യൻ 2024 UN വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയത് ഏത് രാജ്യമാണ്? ഇസ്രയേൽ. 2024 UN വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയത് ഇസ്രയേലാണ്. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ വേൾഡ് വൈഡ് എടുക്കുമ്പോൾ ഒന്നാം സ്ഥാനം ലഭിച്ചത് ഫിൻലൻഡിനാണ്. ഏഷ്യൻ രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയത് ഇസ്രയേലാണ്. നമ്മൾ ഇന്ന് 2024 കറണ്ട് അഫയേഴ്സിൽ ഏകദേശം 30 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് പാർട്ടാണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത പാർട്ടുകളായിട്ട് അപ്ലോഡ് ചെയ്യാം. അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വരാം. അതുവരേക്കും ബൈ.